മഹാനായ അബൂ ഉമാമ റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്, അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞത് ഞാൻ കേട്ടതാ. മൻ ഖറഅ ദുബ്റ കുല്ലി സ്വലാത്തിൻ മക്തൂബ ആയത്തുൽ കുർസി. എല്ലാ ഫർള് നിസ്കാരത്തിന്റെ ശേഷവും ഒരാൾ ആയത്തുൽ കുർസി ഓതിയാൽ, ഇനിയിപ്പോ കുറെ സമയം വേണോ? വേണ്ട. ഇനി ആ നിസ്കാരം കഴിഞ്ഞിട്ട് അവിടെ തന്നെ ഇരുന്ന് ഓതണം, അങ്ങനെ നിർബന്ധമുണ്ടോ? ഒരാൾക്ക് എന്തൊരു അത്യാവശ്യമുണ്ട്, യാത്രയിലാണ്, പെട്ടെന്ന് പോകേണ്ടതുണ്ട്, ബസ് പോവോ എന്നുള്ള ബേജാറില്ല, നിസ്കാരം കള ആകരുതല്ലോ റബ്ബേ എന്നുള്ള നിലക്ക് വേഗം പള്ളിയിൽ കയറി നിസ്കരിച്ചു. ഇനി ദിക്റിനും ദുആക്കൊക്കെ നിന്നാൽ എന്തായാലും ബസ് കിട്ടൂല എന്നുള്ള ആശങ്കയുണ്ട്, വാഹനം നഷ്ടപ്പെട്ടു പോകുമെന്ന ആശങ്കയുണ്ട്. വേഗം സലാം വീട്ടിയിട്ട് എന്ത് ചെയ്തു? എഴുന്നേറ്റു. ആ എഴുന്നേറ്റുള്ള നടത്തത്തിലും എന്ത് ചെയ്യാം? ആയത്തുൽ കുർസി ഓതാലോ, നിസ്കാരത്തിന് ശേഷമുള്ള ദിക്റുകൾ ചൊല്ലാലോ. അവിടെ തന്നെ ഇരുന്ന് ചൊല്ലിയാൽ അതിന് വലിയ കൂലിണ്ട്. പക്ഷെ സാഹചര്യം അതിന് അനുകൂലമല്ലെങ്കിൽ നടത്തത്തിൽ ചൊല്ലാലോ, ഓതാലോ. അങ്ങനെയെല്ലാം മൻ ഖറഅ ദുബ്റ കുല്ലി സ്വലാത്തിൻ മക്തൂബ ആയത്തുൽ കുർസി. എല്ലാ ഫർള് നിസ്കാരത്തിന് ശേഷവും ഒരാൾ ആയത്തുൽ കുർസി ഓതിയാൽ ലം യംനഉഹു മിൻ ദുഖൂലിൽ ജന്ന ഇല്ലാ അയ്യമൂത്. ആ മരണല്ലാതെ സ്വർഗപ്രവേശനത്തിന് വേറൊരു തടസ്സവും അവനില്ല എന്ന് ഹബീബായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഖൽബിൽ നിഫാഖ് ബാധിച്ചവർക്ക് ആയത്തുൽ കുർസി ഒരു ഭാരമായിരിക്കും. അവർക്കങ്ങനെ വിചാരിച്ചതുപോലെ അത് ഓതി തീർക്കാൻ കഴിയൂല. എക്കാലഘട്ടത്തിലെയും മുഅ്മിനീങ്ങളോട് ആയത്തുൽ കുർസിയെ അതിന് സമാനമായി തൗറാത്തിൽ അല്ലാഹു നൽകിയ വചനങ്ങൾ മുൻഗാമികളോട് അല്ലാഹു നിർദ്ദേശിച്ചിട്ടുണ്ട് എന്ന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഈ സമുദായത്തിന് അഭയത്തിനായി അല്ലാഹു തന്ന സിദ്ധൌഷധമാണ് ആയത്തുൽ കുർസി. അപ്പൊ മുൻഗാമികൾക്കോ? ഹബീബായ നബി തങ്ങൾ പറയുന്നുണ്ട്, ആയത്തുൽ കുർസിയിന് സമാനമായ വചനങ്ങൾ മുൻഗാമികൾക്ക് അല്ലാഹു കൊടുക്കുകയും അവരുടെ നിസ്കാരത്തിന് ശേഷവും പ്രതിസന്ധി ഘട്ടത്തിലും അതോതാൻ അല്ലാഹു അവരോട് നിർദ്ദേശിക്കുകയും ചെയ്തിരുന്നു എന്ന് മഹാനായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ട്. മഹാനായ അബൂ മൂസൽ അശ്അരി റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്, ഔഹല്ലാഹു ഇലാ മൂസ നബി ബനി ഇസ്രായീൽ അൻ നഖറാ ആയത്തുൽ കുർസി ഫീ ദുബരി കുല്ലി സ്വലാത്തിൻ മക്തൂബ ഫഇന്നഹു മൻ യഖറഉഹാ ഫീ ദുബരി കുല്ലി സ്വലാത്തിൻ മക്തൂബത്തിൻ അജഅലു ലഹു قلب الشاكرين ولسان الذاكرين وثواب النبيين وأعمال الصديقين ولا يواظب على ذلك إلا نبي أو صديق أو عبد امتحنت قلبه للإيمان. يعني പറഞ്ഞതൊന്ന് ശരിക്കും ശ്രദ്ധിക്കണേ. നമ്മൾ നമ്മളുടെ ജീവിതത്തിൽ എല്ലാ പ്രതിസന്ധിയും പരിഹരിച്ചു കിട്ടാൻ ഈ ആയത്തുൽ കുർസിയിനെ മുറുകെ പിടിച്ചാൽ മാത്രം മതിയാകും. നിസ്കാരം വേണ്ട എന്നല്ല പറഞ്ഞത്, ഫർളായ അമലുകളൊക്കെ ചെയ്തു, പിന്നെ ആയത്തുൽ കുർസിയിന്റെ ഒരാളായി മാറി. എന്തെങ്കിലും ഒരു പ്രതിസന്ധി വരുമ്പോ ആയത്തുൽ കുർസിയുമായിട്ട് കൂടും. മതി, രക്ഷപ്പെടാനത് മതി എന്ന് മുഹമ്മദ് മുസ്തഫ. അതിലൊരു തർക്കമില്ലല്ലോ. എത്രയെത്ര ഹദീസുകളാണ് റബ്ബേ അതിൻ്റെ ഫളായിലിനെ കുറിച്ച് വന്നിട്ടുള്ളത്. പലരോടും പ്രതിസന്ധി വന്ന് പറഞ്ഞ ഘട്ടത്തിൽ റസൂലുള്ള നിർദ്ദേശിച്ചു കൊടുത്ത ഒറ്റമൂലി. നിങ്ങൾ ഉറങ്ങാണോ? അല്ല, ഉറക്ക് തുടങ്ങിയോ? റസൂലുള്ള നിർദ്ദേശിച്ചു കൊടുത്ത ഒറ്റമൂലി ആയത്തുൽ കുർസിയാണ്. ദുന്യവിയായ നേട്ടങ്ങളുണ്ടാവും, ഉഖറവിയായ നേട്ടങ്ങളുണ്ടാവും. അള്ളാഹു തൗഫീക്ക് തരട്ടെ. തൗഫീഖുള്ളവർക്കേ അത് നടക്കൂ. ഈ ഉമ്മത്തിന് മാത്രല്ല, മുൻഗാമികൾക്കും കൊടുത്തു എന്നല്ലേ പറഞ്ഞത്. ഔഹല്ലാഹു ഇലാ മൂസ നബി ബനി ഇസ്രായീൽ. ബനൂ ഇസ്രായേലിലെ
നബിയായ മൂസാ നബിക്ക് അല്ലാഹു വഹി അറിയിച്ചു. എന്താണ് വഹി എന്നല്ലേ? അന്നഖറ ആയത്തുൽ കുർസി ഫീ ദുബരി കുല്ലി സ്വലാത്തിൻ മക്തൂബ. അവരുടെ ആ ഫർദ് നിസ്കാരത്തിന് ശേഷം ആയത്തുൽ കുർസി ഓതണമെന്ന് ഇതിന്റെ വ്യാഖ്യാനത്തിൽ മഹാന്മാരായ ശാരിഹ്യങ്ങൾ പറയുന്നുണ്ട്. ആയത്തുൽ കുർസി ഓതുക എന്ന് പറഞ്ഞാൽ ആയത്തുൽ കുർസിന് സമാനമായി അള്ളാഹു അവർക്ക് നൽകിയ വചനം. ആയത്തുൽ കുർസിന് സമാനമായി അള്ളാഹു അവർക്ക് നൽകിയ വചനം ഓതുക. എന്നാലോ അതിന്റെ നേട്ടമെന്താണ്? ഫഇന്നഹു മൻ യഖറഉഹാ ഫീ ദുബരി കുല്ലി സ്വലാത്തിൻ മക്തൂബ. അല്ലാഹു അവർക്ക് നൽകിയ വഹിയെ ആര് അങ്ങനെ ഫർള് നിസ്കാരത്തിന് ശേഷം ആയത്തുൽ കുർസി ഓതുന്നുവോ അത് പതിവാക്കിയാൽ അജ്അലു ലഹു ഖൽബശാകിരീൻ. ശാക്കിരീങ്ങളുടെ കൽബ് നാം അവന് നൽകും. എന്താണ് ഈ പറഞ്ഞത്? എല്ലാ ദിവസവും എല്ലാ ഫർള് നിസ്കാരത്തിന് ശേഷവും ആയത്തുൽ കുർസി ഓതുന്ന ആൾക്ക് അജ്അലു ലഹു ഖൽബ ശാകിരീൻ. ശാക്കിരീങ്ങളുടെ വർക്ക് ചെയ്യുന്നില്ലേ? ശാക്കിരീങ്ങളുടെ ഹൃദയം നാം അവർക്ക് നൽകുമെന്ന് അള്ളാഹു പറഞ്ഞിട്ടുണ്ടെന്ന് ഹബീബായ മുത്ത് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ. അള്ളാഹു തൗഫീക്ക് തരട്ടെ. ശാക്കിരീങ്ങളെ ഹൃദയം ഉണ്ടായി കിട്ടിയാൽ കഴിച്ചിലായില്ലേ? ഇവിടെ വലിയ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ മൊത്തത്തിൽ ഒരു മനസ്സ് വരുന്നില്ല എന്നുള്ളതാണല്ലോ. പല ആളുകളും പല തിന്മയുടെയും പിന്നാലെ പോകുന്നത്, നന്മയിൽ അവർ വ്യാപൃതരാവാത്തത് അവർക്കതിനുള്ളൊരു മനസ്സ് കിട്ടണില്ല എന്നുള്ളതാണ്. ചെയ്യാൻ ഒരു മനസ്സ് വേണ്ടേ? വലിയ തൗഫീഖാണ് ഒരു മനുഷ്യന് നന്മയിൽ ചേർന്ന് മുന്നോട്ട് പോകാനുള്ള തൗഫീഖ് കിട്ടൽ. അള്ളാഹു ആ തൗഫീഖ് നമ്മളിൽ ഓരോരുത്തർക്കും നിലനിർത്തി തരട്ടെ. അത് വലിയ സംഗതിയാണ്. ഈ ഖുർആൻ ക്ലാസ് ഹൈറാണെന്ന് ഉള്ളിൽ അറിയാത്തത് കൊണ്ടൊന്നുമല്ല. ഈ നന്മ പറയുന്ന, നന്മ ഓർമ്മപ്പെടുത്തുന്ന ഈ ഒരു മജ്ലിസ് ആഖിറുസ്സമാനിൽ വലിയ മുതൽക്കൂട്ടാണ് എന്ന അറിവ് ഉള്ളിൽ ഇല്ലാത്തത് കൊണ്ടല്ല. പക്ഷെ പലർക്കും അങ്ങോട്ട് വരാൻ കഴിയണില്ല, അല്ലാണ്ട് പങ്കാളിയാവാൻ കഴിയണില്ല. നേരത്തിന് കൃത്യമായി നിസ്കരിച്ചാൽ അതൊരു മനസ്സമാധാനവും അത് അള്ളാഹുവിൻ്റെ ഒരു ദിമ്മത്ത്, ഒരു കാവൽ കിട്ടാനുള്ള മാർഗമാണെന്ന് അറിയാത്തത് കൊണ്ടല്ല പലർക്കും അത് കഴിയണില്ല. അങ്ങനെ ഖളാ ആവാൻ അറിഞ്ഞോണ്ട് ഖളാ ആക്കുകയാണ് പലരും. വലിയ അദാബാണ് നിസ്കാരം നഷ്ടപ്പെടുത്തിയാൽ. കൊല്ലങ്ങൾ ഒരുപാട് ഒരൊറ്റ വക്ത് ഖളാ ആക്കിയതിൻ്റെ പേരിൽ നരകത്തിൽ കടക്കേണ്ടി വരും. അറിയാം, പക്ഷെ എന്താ അത് ചെയ്യാനാവണില്ല, മനസ്സ് വരുന്നില്ല. അള്ളാഹു ഹൈറിന്റെ മനസ്സ് നമുക്ക് നിലനിർത്തി തരട്ടെ. നമ്മുടെ പൊന്നു മക്കൾക്ക് അള്ളാഹു ഹൈറിന്റെ മനസ്സ് കൊടുക്കട്ടെ. നേരത്തിന് ബാങ്ക് കേൾക്കുമ്പോഴത്തേക്ക് നിസ്കരിക്കണമെന്ന ഒരു ബോധം അള്ളാഹു കൊടുക്കട്ടെ. അവരാ ഖുർആനൊക്കെ മനോഹരമായി ഓതുന്നത് കാണാനുള്ള തൗഫീക്ക് നമ്മൾ നിർബന്ധിച്ചിട്ടും നമ്മൾ ശകാരിച്ചിട്ടുമല്ല, അല്ലാതെ ആ ഖുർആൻ എടുത്ത് മനോഹരമായി സമയത്തിന് ഓതുന്നത് കാണാൻ അള്ളാഹു നമുക്ക് തൗഫീക്ക് തരട്ടെ. അതിനൊക്കെ അങ്ങനെ ഒരു ഖൽബ് വേണം. ഹബീബായ നബി തങ്ങൾ പറഞ്ഞത് അബൂ മൂസൽ അശ്അരി തങ്ങൾ പറയുകയാണ്, മൂസാ നബിക്ക് അള്ളാഹു നൽകിയ വഹിയിന്റെ എസൻസാണ് ആയത്തുൽ കുർസിയിന് സമാനമായത് അള്ളാഹു അവർക്ക് നൽകി. എന്നിട്ട് പറയുന്നു, നിസ്കാരത്തിന് ശേഷം ഇത് ഓതിക്കഴിഞ്ഞാൽ അജ്അലു ലഹു ഖൽബശാകിരീൻ. ശാക്കിരീങ്ങളെ മനസ്സല്ലാഹു കൊടുക്കും. ഓതാറില്ലേ? സാധാരണ നിസ്കാരത്തിന് ശേഷം ആയത്തുൽ കുർസി ഓതാറില്ലേ? നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ തന്നെയാണ്. പക്ഷെ ഇതിൻ്റെ മഹത്വം ശരിക്കൊന്ന് മനസ്സിലാക്കിയിട്ട് ചെയ്യുമ്പോൾ ഒന്നും കൂടിയും ഒരു ബോധവും ആത്മാർത്ഥതയും ഇല്ലേ? ചോൻ എത്രയും വലിയൊരു സംഗതിയാണല്ലോ എന്നുള്ള ആ ഒരു ബഹുമാനത്തോടു കൂടെ തന്നെ നമ്മൾ ഓതണം. പലപ്പോഴും നമ്മൾ ഓതുന്നത് നമ്മളെ മനസ്സറിയുന്നില്ല എന്നുള്ളതാണ്. ആയത്തുൽ കുർസിയൊക്കെ നമ്മൾ ഓതുന്നുണ്ട്, പക്ഷെ നമ്മളെ നാവ് ഇങ്ങനെ ചലിക്കുന്നു എന്നല്ലാതെ മനസ്സ് ഇതിൻ്റെ കൂടല്ല. ഇത് മതിപ്പോടെ ചെയ്യണം, വലിയ ആദരവോടുകൂടെ ചെയ്യണം.
അതിൻ്റെ അളമത്ത് മഹത്വം അറിഞ്ഞുകൊണ്ട് ചെയ്യണം. അപ്പൊ ഇതിന്റെ കൂലി ഇരട്ടിച്ചു വരും. അള്ളാഹു തൗഫീക്ക് തരട്ടെ. പിന്നെയോ വലിസാനദ്ദാകിരീൻ, എല്ലാ ഫർള് നിസ്കാരത്തിന് ശേഷവും ആയത്തുൽ കുർസിയെ പതിവാക്കുന്നവർക്ക് അള്ളാഹു നൽകുന്ന രണ്ടാമത്തെ അനുഗ്രഹമാണ് വലിസാനദ്ദാകിരീൻ. ദിക്റുള്ള ഒരു നാവ്, തൗഫീക്ക് കിട്ടുന്നൊരു നാവ്. ഇപ്പൊ തന്നെ ഇതൊക്കെ നമ്മൾ പറഞ്ഞാലും ഇതിനൊന്നും തൗഫീക്ക് കിട്ടാത്തവരുണ്ടാവുമല്ലോ. ഇതിൻ്റെയൊക്കെ ഫളായില് ഇങ്ങനെയൊക്കെ പറഞ്ഞാലും കേട്ടാലും അറിഞ്ഞാലും ആണ്ട് തൗഫീക്ക് കിട്ടണില്ല. എന്തെങ്കിലും ഒന്ന് തുടങ്ങുമ്പോഴത്തേക്ക് ഉറക്ക് വരിക, മടുപ്പ് വരിക, വേണ്ടാന്ന് തോന്നുക. അതുകൊണ്ടൊന്നും ഇപ്പോൾ വലിയ കാര്യമില്ലല്ലോ എന്നുള്ള ഒരു തോന്നൽ വന്നിട്ട് അതിൽ നിന്ന് പിന്മാറുക. അള്ളാഹു കാക്കട്ടെ. എല്ലാവരും ആമീൻ പറയും. അള്ളാഹു കാക്കട്ടെ. എല്ലാ ഭാഗത്തേക്കും കേൾക്കണില്ലേ? താഴേക്കൊക്കെ ക്ലിയർ ആയിട്ട് കേൾക്കുന്നുണ്ടാവുമല്ലോ. ഇല്ലെങ്കിൽ ബന്ധപ്പെട്ടവരെ അറിയിക്കണം. ഇവിടെ വന്നിട്ട് ഇത് കേൾക്കാതെ പോകരുത്. ഇരിക്കാൻ സീറ്റില്ലാതെ ചിലർ ബുദ്ധിമുട്ടുന്നുണ്ടെങ്കിലും ഇൻഷാ അല്ലാഹ് അടുത്ത ക്ലാസ്സോടുകൂടെ തീർച്ചയായും അതിന് പരിഹാരം ഉണ്ടാകും. അതിൽ സങ്കടപ്പെടേണ്ട. ഏതായാലും അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് ഇതുകൊണ്ടൊക്കെ എല്ലാ ഖൈറും നമുക്ക് തരട്ടെ. എല്ലാ സന്തോഷവും അല്ലാഹു തരട്ടെ. ഈ ഒരു ദിവസം ഓർമ്മയിൽ വെച്ച് അത് പരമാവധി മറ്റുള്ളവരെ ഓർമ്മപ്പെടുത്തി എത്ര വലിയ പ്രതീക്ഷയോടുകൂടെയാണ് മറ്റ് ലക്ഷ്യങ്ങളൊന്നുമില്ലാതെ അള്ളാഹുവിന് വേണ്ടി നമ്മൾ ഒരുമിച്ച് കൂടിയത്. ഈ ഒരു സംഘത്തെ അള്ളാഹു ഹൈറായ നിലയിൽ സ്വർഗത്തിലെത്തിക്കട്ടെ. നമുക്ക് വേണ്ടപ്പെട്ടവരെ, നമ്മൾ ഇഷ്ടപ്പെടുന്നവരെ, നമ്മുടെ അയൽവാസികളെ അള്ളാഹു ഈ സംഘത്തിൽ ചേർത്തു തരട്ടെ. മുഅ്മിനെ ശ്രദ്ധിക്കേ. രണ്ടാമത് അള്ളാഹു നൽകുന്ന നേട്ടം, ആയത്തുൽ കുർസി പതിവാക്കുന്നവർക്ക് അള്ളാഹു നൽകുന്ന രണ്ടാമത്തെ നേട്ടമാണ് വലിസാനദ്ദാകിരീൻ. ദാകിരീങ്ങളുടെ നാവ്, ദാകിരീങ്ങളിൽ അവർ പെട്ടുകിട്ടും. അള്ളാഹിന്റെ റസൂൽ വന്നിട്ടുണ്ടല്ലോ, ഒരാൾക്ക് അള്ളാഹു ദുന്യവിയും മുഹ്റവിയുമായ എല്ലാ ഹൈറും ഉദ്ദേശിച്ചാൽ 4 കാര്യങ്ങൾ കൊടുക്കുന്ന പറഞ്ഞത്. അതിലൊന്ന് കൽബൻ ഷാക്കിറ, നന്ദിയുള്ള കൽബാൻ. പിന്നെ വലിസാനൻ ദാക്കിറ, ദിക്ർ ചെല്ലുന്നൊരു നാവാൻ. ആ 2 നേട്ടങ്ങളും ഈ പണി കൊണ്ട് കിട്ടുന്നാണ് ഈ പറഞ്ഞത്. അള്ളാഹുവേ അത് ഉൾക്കൊള്ളാൻ തൗഫീഖ് ഏകണേ റബ്ബേ. മൂന്നാമത്തേത് വസവാബൻ നബീൻ, നബിമാർക്ക് അള്ളാഹു നൽകുന്ന പ്രതിഫലമാണ്. ആയത്തുൽ കുർസിയെ പതിവാക്കുന്നവർക്ക് അള്ളാഹു നൽകുന്നത്, നബിമാർക്ക് അള്ളാഹു നൽകുന്ന പ്രതിഫലം എത്രയാണ്? അതിൻ്റെ അളവെന്ന് പറയാനൊക്കുമോ? അള്ളാഹു പടച്ച മനുഷ്യരിൽ അമ്പിയാക്കൾ എന്ന വിഭാഗമല്ലേ ഏറ്റവും മഹാന്മാർ, ഏറ്റവും അഫ്ളലായവർ, നബൂവത്തിന്റെ അങ്ങേ അറ്റത്തെ ദറജയിലെത്തിയവർ? അല്ലാഹുവേ, അവര് ദീനിന് വേണ്ടി സഹിച്ച സമർപ്പണങ്ങൾ, പ്രതിസന്ധികൾ എത്രയാണ്! അവരെ അവരുടെ ശരീരം പോലും പലരും ദീനിന് വേണ്ടി കൊടുത്തതാണ്. ഒരൊറ്റ ദിവസത്തിൽ തന്നെ ബനൂ ഇസ്രായേല്യർ 70 നബിമാരെ കൊന്നു കളഞ്ഞിട്ടുണ്ടെന്ന് ഹബീബായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. 70ഓളം നബിമാരെ ബനൂ ഇസ്രായേല്യർ ഒരൊറ്റ ദിവസത്തിൽ കൊന്നുകളഞ്ഞിട്ടുണ്ട്. വയഖ്തുലൂന നബിയീൻ എന്ന ആയത്തിറങ്ങിയപ്പോൾ അബൂദർ റളിയല്ലാഹു അൻഹു വിളിച്ചിട്ട് റസൂൽ പറഞ്ഞു കൊടുക്കുന്നുണ്ട്, നബിമാരെ അവർ കൊന്നുകളഞ്ഞു എന്ന് പറഞ്ഞല്ലോ. ആ നബിമാരെ, ലക്ഷക്കണക്കിന് നബിമാരെ അള്ളാഹു അയച്ചു. ബനൂ ഇസ്രായേല്യരിൽ ഓരോ ഏരിയയിലും ഓരോ പ്രവാചകർ, ഓരോ കുടുംബത്തിലും ഓരോ പ്രവാചകർ. ഒരു ദിവസം പ്ലാൻ ഇട്ടുകൊണ്ട് അള്ളാഹുവിലേക്ക് ആളുകളെ ക്ഷണിക്കുന്ന 70 നബിമാരെ ബനൂ ഇസ്രായേല്യർ ഒരൊറ്റ ദിവസത്തിൽ കൊന്നു കളഞ്ഞു എന്ന് ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പൊ ആര് എതിർത്തില്ലേ? പലരും എതിർത്തു. ആ എതിർത്തവരിൽ നിന്ന് 43 ആളുകളെയും കൊന്നുകളഞ്ഞു. ഇതൊക്കെ അള്ളാന്റെ ദീനിന് വേണ്ടി സഹിച്ചവരാണ് അമ്പിയാക്കൾ.
സഹോദരാ സഹോദരി, ആയത്തുൽ കുർസിയെ അത് ഏറ്റ് പിടിച്ച ആളുകൾ, അതിന്റെ അഹ്ലുകാർ, എല്ലാ ഫർള് നിസ്കാരത്തിന് ശേഷവും ആയത്തുൽ കുർസി ഓതുന്നവർക്ക് അല്ലാഹു നൽകുന്ന പ്രതിഫലമാണ് ഈ പറയുന്നത്. വസവാബൻ നബിയ്യീൻ, നബിമാരെ പ്രതിഫലം അല്ലാഹു കൊടുക്കും. അപ്പോൾ നിങ്ങൾ പറ, തൗഫീഖുള്ളവർക്കല്ലേ അതിന് കഴിയുള്ളൂ. അള്ളാഹു ആ തൗഫീഖുള്ളവരിൽ നമ്മളെ പെടുത്തി തരട്ടെ. ആ തൗഫീഖുള്ളവരിൽ നമ്മളെ കുടുംബത്തെ അള്ളാഹു പെടുത്തി തരട്ടെ.